സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ആകെ പിടിവിട്ട അവസ്ഥയിലാണ് ട്രംപ്. എന്തൊക്കെ പറഞ്ഞിട്ടും ഇറാൻ മൈൻഡ് ചെയ്യുന്നില്ല. എത്ര ഭീഷണിപ്പെടുത്തിയിട്ടും ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറക്കുന്നുമില്ല. ട്രംപിനാണെങ്കിൽ അത് പിടിച്ചെടുക്കാൻ പറ്റുന്നതുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ? ട്രംപിന്റെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയത് അദ്ദേഹം അങ്ങ് ചെയ്തു. ഈ ചിത്രം നോക്കൂ. ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചിത്രമാണ്. ഹോർമൂസിന്റെ പേര് സ്ട്രൈറ്റ് ഓഫ് ട്രംപ് എന്നാക്കി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ട്രംപ്. പിടിച്ചെടുക്കാൻ പറ്റാത്തത് പേര് മാറ്റി സ്വന്തമാക്കാൻ നോക്കി പരിഹാസ്യനായി മാറുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് തന്നെ പറയാം. ഇറാനെ പ്രകോപിപ്പിക്കാനാണ് ട്രംപിന്റെ ഈ പേര് മാറ്റ ശ്രമമെന്നും വിലയിരുത്താം. എന്തായാലും ട്രംപിനെ ട്രോളി കൊല്ലുകയാണ് സോഷ്യൽ മീഡിയ. നാളെ ലോകം മുഴുവൻ ട്രംപ് എന്ന് പേര് മാറ്റുമോ എന്നും സൂര്യനെയും ചന്ദ്രനെയും ഇനി ട്രംപ് സൺ, ട്രംപ് മൂൺ എന്ന് വിളിക്കേണ്ടി വരുമോ എന്നും ചില രസികർ പരിഹസിക്കുന്നുണ്ട്. പേര് മാറ്റിയത് കൊണ്ട് കടലിന്റെ അധികാരം ട്രംപിന് കിട്ടില്ല എന്നാണ് ഇറാൻ അനുകൂലികൾ കുറിക്കുന്നത്. അപ്പോഴും ഹോർമൂസ് ഉപരോധം വൻ വിജയമാണെന്നും ഇറാൻ കീഴടങ്ങണം എന്നുമാണ് ട്രംപ് ആവർത്തിക്കുന്നത്. അതേ ട്രംപ് തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ നാണം കെട്ട് വീണ്ടും അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു എന്നതാണ് രസകരം. അതേസമയം ട്രംപിന്റെ ഹോർമൂസ് ഉപരോധത്തിനെതിരെ കടുത്ത നടപടിയിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്നുള്ള സൂചനകളും പുറത്തുവരികയാണ്. ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ട്രംപിനെ ഫോൺ വിളിച്ച് പുടിൻ നൽകിയ കനത്ത മുന്നറിയിപ്പ്. തുടർച്ചയായ രണ്ടാം ദിവസവും ഇറാനിൽ സർക്കാർ അനുകൂല പ്രകടനങ്ങൾ നടന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇറാനുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. 1. നാവിക ഉപരോധത്തിനെതിരെ ഇറാൻ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രസ്താവനകൾ നൽകുന്ന സൂചന, അതിലുള്ള റഷ്യൻ സ്വാധീനം. 2. പുടിൻ ട്രംപിനെ വിളിച്ചത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം. 3. ഹോർമൂസിന്റെ കാര്യത്തിൽ ട്രംപിന്റെ നില തെറ്റിയ അവസ്ഥ, അതിന്റെ പരിശോധന. ആദ്യം അമേരിക്കയുടെ ഹോർമൂസ് ഉപരോധത്തിനെതിരെ ഇറാൻ പുതിയതായി എന്ത് നടപടിയിലേക്കാണ് നീങ്ങുന്നത് എന്ന് പരിശോധിക്കാം. ട്രംപിന്റെ ഉപരോധത്തിനെതിരെ കൂടുതൽ ശക്തമായ തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഇറാൻ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പുടിനുമായുള്ള ഒരാഴ്ചയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മസൂദ് പെഷഷ്കിയാനെ പോലുള്ള നേതാക്കൾ അമേരിക്കൻ ഉപരോധത്തെ തുടർച്ചയായി ഉന്നമിടുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇറാനുമായി ബന്ധമുള്ള കപ്പലുകൾ അമേരിക്ക ഉപരോധിക്കുന്നത് തുടർന്നാൽ അത്യപൂർവമായ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ടെഹ്റാന്റെ മുന്നറിയിപ്പും വന്നിട്ടുള്ളത്. ഇതെല്ലാം ഇറാൻ നൽകുന്ന കൃത്യമായ സന്ദേശങ്ങളാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. നാവിക ഉപരോധത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവായ മൊഹസൻ റസായിയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ കടലിലെയും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ തകർക്കാൻ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ സജ്ജമാണ് എന്നും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ മുക്കിക്കളയും എന്നുമാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാൻ ഒരു രാജ്യത്തിനും സാധിക്കില്ല. അമേരിക്ക വീണ്ടും യുദ്ധത്തിന് മുതിരുകയാണ് എങ്കിൽ അവരുടെ സൈനികരെ തടവിലാക്കുമെന്നും റസായി പറയുന്നു. ചരിത്രം ഇറാനൊപ്പമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. റസായിയുടെ വാക്കുകൾ മുസ്തഫയുടെ നിലപാടായാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഇറാന്റെ പരമോന്നത നേതൃത്വവും സൈന്യവും അമേരിക്കയുടെ ഉപരോധത്തിനെതിരെ കടുത്ത നീക്കത്തിന് മുതിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. നാവിക ഉപരോധം അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റെ വാക്കുകൾ. മുമ്പ് പലതവണ ഇറാനെ സാമ്പത്തികമായി അമേരിക്ക തകർക്കാൻ നോക്കി. അതൊക്കെ പരാജയപ്പെട്ടതുപോലെ നാവിക ഉപരോധത്തെയും ഇറാൻ അതിജീവിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫും അമേരിക്കയുടെ നാവിക ഉപരോധത്തെ കടുത്ത ഭാഷയിൽ പരിഹസിച്ചു. നിലവിൽ എണ്ണവിലയിൽ സംതൃപ്തിയുള്ള അമേരിക്കൻ പൗരന്മാർക്ക് ആ സംതൃപ്തി വൈകാതെ നഷ്ടപ്പെടുമെന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. ട്രംപിന്റെ നയങ്ങൾ കാരണം ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $140 വരെ ഉയരുമെന്ന് കാലിബാഫ് മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ ഭരണകൂടത്തിന് ലഭിക്കുന്നത് തികച്ചും തെറ്റായ ഉപദേശങ്ങളാണെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുന്നു. അബ്ബാസ് അരാഗ്ചിയും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇറാൻ നേതാക്കൾ ട്രംപിന്റെ ഹോർമൂസ് ഉപരോധത്തിനെതിരെ സ്വരം കടുപ്പിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇറാന്റെ സ്വരത്തിൽ വന്ന ഈ മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ വളരെ ഗൗരവകരമായ സൂചനകളാണ് നൽകുന്നത്. പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാന് ലഭിച്ച സൈനികമോ നയതന്ത്രപരമോ ആയ വലിയൊരു ഉറപ്പിന്റെ സൂചനയാണ് ഇതെന്ന് നമുക്ക് കണക്കാക്കാം. അമേരിക്കയുടെ നാവിക ഉപരോധത്തെ മറികടക്കാൻ റഷ്യയുടെ സഹായം, പ്രത്യേകിച്ച് ഇന്ധന കൈമാറ്റത്തിലും സമുദ്ര സുരക്ഷയിലും അത് ഉറപ്പായതുകൊണ്ടാണ് ഇറാൻ നേതാക്കൾ ഇത്രയും കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നത് എന്ന് വിലയിരുത്താം. അമേരിക്കൻ സൈനികരെ തടവിലാക്കും എന്നും യുദ്ധക്കപ്പലുകൾ മുക്കും എന്നുമുള്ള മൊഹസൻ റസായെ പോലുള്ള നേതാക്കളുടെ പ്രസ്താവനകൾ വെറും ഭീഷണികളല്ല, മറിച്ച് ഇറാൻ സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ കൃത്യമായ മുന്നറിയിപ്പാണ് എന്നാണ് സൂചന. റഷ്യയുടെ പക്കൽ നിന്നുള്ള
ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇതിന് ഇറാന് കരുത്ത് പകരുന്നുണ്ടാകാം. എണ്ണവില $140 ആകുമെന്ന് സ്പീക്കർ കാലിബാഫ് പറഞ്ഞത് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയെ ലക്ഷ്യം വെച്ചുള്ള വാക്കുകളാണ്. റഷ്യയും ഇറാനും ചേർന്ന് ആഗോള എണ്ണ വിതരണത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. ഇതിൽ നിന്നെല്ലാം റഷ്യ ഇറാൻ സഖ്യം കൂടുതൽ ശക്തമായെന്നും അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളെ സംയുക്തമായി നേരിടാൻ അവർ തീരുമാനിച്ചു എന്നുമാണ് ഇറാൻ നേതാക്കളുടെ വാക്കുകളിലെ ഈ സ്വരം മാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. ഇത് മേഖലയിൽ ഒരു സൈനിക നീക്കത്തിനോ അല്ലെങ്കിൽ വളരെ സങ്കീർണമായ നയതന്ത്ര യുദ്ധത്തിനോ വഴിവെച്ചേക്കാം എന്നാണ് വിലയിരുത്തൽ. ഇതിന് തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് പുടിൻ ട്രംപിനെ വിളിച്ചതിനെയും വിലയിരുത്തേണ്ടത്. ഏകദേശം 90 മിനിറ്റോളം ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. കൂടുതലും സംസാരിച്ചത് ഇറാൻ യുദ്ധത്തെക്കുറിച്ചുമാണ്. ഇറാനെതിരെ വീണ്ടും സൈനിക നടപടികൾക്കോ കരയുദ്ധത്തിനോ മുതിരുന്നത് അപകടകരമായിരിക്കുമെന്ന് പുടിൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകി. അത്തരം നീക്കങ്ങൾ രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ നാശമുണ്ടാക്കുമെന്നാണ് പുടിൻ ഓർമ്മിപ്പിച്ചത്. ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് റഷ്യ നൽകുന്ന ഏറ്റവും കടുത്ത താക്കീതാണ് ഇതെന്ന് നമ്മൾ വിലയിരുത്തണം. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് മാറ്റുന്നതിന് സഹായിക്കാമെന്നും പുടിൻ ട്രംപിനോട് പറഞ്ഞു. ആണവ തർക്കം പരിഹരിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പുടിൻ മുന്നോട്ട് വെച്ച വാദം. അതായത് പുടിൻ പറഞ്ഞതെല്ലാം പരോക്ഷമായി ട്രംപിനുള്ള കൃത്യമായ സൈനിക സന്ദേശമാണ്. ഇറാനെ തൊട്ടാൽ തങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് തന്നെയാണ് പുടിൻ ട്രംപിനോട് പറയാതെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥനാകാൻ തയ്യാറാണ് എന്നും പുടിൻ പറയുന്നു. അതായത് നിർണായക റോൾ ഈ വിഷയത്തിൽ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ താൻ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഈ ഫോൺ കോളിലൂടെ പുടിൻ ട്രംപിനെ അങ്ങോട്ട് വിളിച്ച് അറിയിച്ചത് എന്നതാണ് വലിയ നീക്കമായി നമ്മൾ കാണേണ്ടത്. അതായത് 90 മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണം വെറും ഒരു നയതന്ത്ര സംഭാഷണമല്ല, മറിച്ച് ഇറാൻ വിഷയത്തിൽ റഷ്യയുടെ കൃത്യമായ പക്ഷം ചേരലിൻ്റെ സൂചന കൂടിയാണ്. മാത്രമല്ല ഇറാനിൽ നിന്നുള്ള കൃത്യമായ സന്ദേശം ട്രംപിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പുടിൻ്റെ ഫോൺ കോളിൻ്റെ മറ്റൊരു ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ട്രംപിൻ്റെ പരമാവധി സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിൽ ഇറാൻ ഒറ്റയ്ക്കല്ല എന്നും ഇറാനെ പ്രതിരോധിക്കാൻ റഷ്യ മുന്നിലുണ്ട് എന്നുമുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് പുടിൻ ഈ ഫോൺ കോളിലൂടെ ട്രംപിന് നൽകിയത്. പുടിൻ്റെ പുതിയ നീക്കങ്ങളുടെ പ്രത്യാഘാതം മനസ്സിലാക്കി തന്നെയാണ് ട്രംപ് ഹോർമൂസ് എത്രയും പെട്ടെന്ന് തുറക്കാൻ മറു നീക്കങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ആഗോള എണ്ണവില കുത്തനെ ഉയരുന്ന സാഹചര്യം മുതലാക്കിയാണ് ട്രംപിൻ്റെ പുതിയ സമ്മർദ്ദ നീക്കങ്ങൾ. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $126 മുകളിലാണ് ഇപ്പോഴുള്ളത്. ഇന്ധന വിതരണത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദീർഘകാല തടസ്സങ്ങളെക്കുറിച്ചുള്ള ഭീതിയെ തുടർന്നാണ് എണ്ണവില 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇറാൻ അമേരിക്ക ചർച്ചകൾ വഴിമുട്ടിയതും എണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തെ തന്ത്രപൂർവ്വം ഉപയോഗപ്പെടുത്തി ഹോർമൂസ് തുറക്കാൻ അന്താരാഷ്ട്ര പിന്തുണ, അതായത് മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ തേടാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതിലൂടെ നാറ്റോ സഖ്യരാജ്യങ്ങളെ ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനും ട്രംപ് ശ്രമിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തണം. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കാൻ ഒരു അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനാണ് ട്രംപ് ശ്രമം നടത്തുന്നത് എന്നതാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാരിടൈം ഫ്രീഡം കൺസ്ട്രക്റ്റ് എന്ന സഖ്യത്തിൽ പങ്കുചേരാൻ ആവശ്യപ്പെട്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സഖ്യരാജ്യങ്ങൾക്ക് സന്ദേശം അയച്ചു എന്നാണ് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വിവരങ്ങൾ കൈമാറുന്നതിനും നയതന്ത്ര ഏകോപനത്തിനും നാവിക ഉപരോധം നടപ്പാക്കുന്നതിലും വിദേശ രാജ്യങ്ങളുടെ സഹായമാണ് അമേരിക്ക ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ സന്ദേശത്തിനോട് ഒട്ടും പോസിറ്റീവായ രീതിയിലല്ല അമേരിക്കൻ സഖ്യരാജ്യങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ചില ചർച്ചകൾ നടത്തുന്നുണ്ട് എങ്കിലും ഇറാനുമായുള്ള സംഘർഷം, അതായത് അമേരിക്ക ഇറാൻ സംഘർഷം അവസാനിച്ചതിന് ശേഷം മാത്രമേ ഇത്തരമൊരു സഖ്യത്തിൽ ചേരുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ എന്നാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത്. അതായത് എണ്ണവില കൂടിയെന്ന് പറഞ്ഞ് വീണ്ടും തങ്ങളെ ഇറാനുമായുള്ള യുദ്ധത്തിലേക്ക് പരോക്ഷമായി വലിച്ചിഴയ്ക്കാനുള്ള നീക്കത്തെ തിരിച്ചറിഞ്ഞ് തള്ളിക്കളയുകയാണ് ഫ്രാൻസും ബ്രിട്ടനും പോലുള്ള രാജ്യങ്ങൾ എന്ന് നമ്മൾ വിലയിരുത്തണം. എണ്ണവില വർദ്ധിക്കുന്നത് ഇന്ത്യ, ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ രാജ്യത്തെ ഇന്ധനവില കുറയ്ക്കണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന നിലപാടാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ലോകവ്യാപകമായി എണ്ണവില കൂടാൻ കാരണം ഇറാൻ്റെ കടൽ കൊള്ളയാണെന്നാണ് അമേരിക്ക പ്രചരിപ്പിക്കുന്നത്. ഇതുവഴി അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെതിരെ ഒരു പൊതുവികാരം ഉണ്ടാക്കിയെടുക്കാനാണ് അമേരിക്കൻ തന്ത്രജ്ഞർ ശ്രമിക്കുന്നത്. അതേസമയം തന്നെ അമേരിക്കയിൽ ഗ്യാസോളിൻ വില ഗാലന് $5 മുകളിൽ എത്തിയെന്നത് ട്രംപിന് രാഷ്ട്രീയമായി വലിയ വെല്ലുവിളിയാണ്. നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഈ കാര്യം പ്രത്യേകിച്ചു.
അതിനാൽ എണ്ണവില കുറയ്ക്കാനായി ഹോർമൂസ് കടലിടുക്ക് തുറന്നേ പറ്റൂ എന്ന അവസ്ഥയിലാണ് സത്യത്തിൽ ട്രംപ് ഉള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമല്ല യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ മുന്നിലുള്ളത്. എത്രയും പെട്ടെന്ന് ഹോർമൂസ് തുറന്നില്ല എങ്കിൽ നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ പാർട്ടി അമ്പേ പരാജയപ്പെടും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള സർവേകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു നീക്കമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തനിക്ക് ഒറ്റയ്ക്ക്, അതായത് ഹോർമൂസ് തുറക്കുന്നത് തനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് വീണ്ടും വീണ്ടും മറ്റു രാജ്യങ്ങളുടെ സഹായം ട്രംപ് തേടുന്നത്. നേരത്തെയും തേടിയിരുന്നു, പക്ഷേ അപ്പോഴെല്ലാം അവർ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ സ്വീകരിച്ചത്. മാത്രമല്ല ഇറ്റലിയും ട്രംപിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ജർമ്മനിയും കഴിഞ്ഞ ദിവസം ട്രംപിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ആരും ഈ ട്രംപിൻ്റെ അഭ്യർത്ഥനയെ ഇപ്പോഴും കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷേ ഇതുവരെ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റും നേരിടാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന് മുന്നിലുള്ളത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അമേരിക്കയുടെ ഹോർമൂസ് ഉപരോധം ഇറാനെ തകർക്കാൻ ശേഷിയുള്ളതാണെന്ന് ആവർത്തിക്കുകയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇറാനെ കൊണ്ട് ഹോർമൂസ് തുറപ്പിക്കാൻ ചില മറുനീക്കങ്ങൾ, ഇതേപോലെ അന്താരാഷ്ട്ര സഖ്യങ്ങൾ ഉണ്ടാക്കി ചില മറുനീക്കങ്ങളും ട്രംപ് നടത്തുന്നത്. ചില സൈനിക നടപടിയും ട്രംപ് ആലോചിക്കുന്നുണ്ട് എന്നാണ് ആക്സിയോസ് പോലുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വീണ്ടും ആക്രമണം തുടങ്ങിയാൽ മാത്രമേ ഇറാൻ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ചർച്ചാ ടേബിളിലേക്ക് വരികയുള്ളൂ എന്നാണ് ട്രംപിൻ്റെ ടീമിൻ്റെയൊക്കെ വിലയിരുത്തൽ. പക്ഷേ ഇറാൻ രണ്ടും കൽപ്പിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നുള്ള സൂചനകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളെയും ചർച്ചാ ടേബിളിലേക്ക് എത്തിക്കാൻ പാകിസ്ഥാനെ പോലുള്ള മധ്യസ്ഥർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. നാവിക ഉപരോധം നീക്കിയാൽ ചർച്ചയെന്നാണ് ഇറാൻ നിലപാട്. ചർച്ചയ്ക്ക് വന്ന് കരാർ ഒപ്പിട്ടാൽ ഉപരോധം നീക്കാമെന്നാണ് ട്രംപിൻ്റെ വാശി. ഇതിൽ തട്ടിയാണ് ചർച്ചകൾ സ്തംഭനാവസ്ഥയിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ട്രംപിൻ്റെ ആവശ്യമാണ്. അത് തിരിച്ചറിഞ്ഞാണ് ഇറാൻ സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടേയിരിക്കുന്നത്, മാത്രമല്ല മറുതന്ത്രങ്ങൾ അവിടെ ഒരുക്കുന്നതും. ഇതിനിടയ്ക്ക് പുട്ടിൻ്റെ മാസ് എൻട്രി ട്രംപിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.